വെൽക്കം ടു സൈലം ലേണിംഗ്. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എന്റെ മക്കൾക്ക് ഒരു കഥ പറഞ്ഞു തരാനാണ്. ആരുടെ കഥയാണെന്നറിയാവോ? കുഞ്ഞനുറുമ്പും സുന്ദരിപ്രാവും ചെങ്ങാതിമാരായ കഥ. അപ്പൊ നമുക്ക് കഥ കേട്ടാലോ? റെഡിയല്ലേ? പണ്ടൊരു കാട്ടില് ഒരു കുഞ്ഞനുറുമ്പ് ഉണ്ടായിരുന്നു. കുഞ്ഞനുറുമ്പ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ആ കാട്ടില് ജീവിച്ചു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടില് വേനൽക്കാലം തുടങ്ങിയത്. ചൂട് അസഹ്യമായപ്പം നമ്മുടെ കുഞ്ഞനുറുമ്പ് വെള്ളം അന്വേഷിച്ച് കാട്ടിലൂടെ മൊത്തം നടന്നു. അങ്ങനെ നടന്ന് നമ്മുടെ കുഞ്ഞനുറുമ്പ് ഒരു പുഴക്കരയിലെത്തിയപ്പം കുഞ്ഞനുറുമ്പ് എന്ത് ചെയ്തു? വെള്ളം കണ്ട സന്തോഷത്തില് നമ്മുടെ കുഞ്ഞനുറുമ്പ് പുഴക്കരയിലേക്ക് ഓടിയെത്തി. പക്ഷേ പുഴയിലിറങ്ങിയ കുഞ്ഞനുറുമ്പ് പുഴയില് കാല് തെറ്റി വീണു. പാവം കുഞ്ഞനുറുമ്പ്. പക്ഷേ ഉണ്ടല്ലോ, ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സുന്ദരിപ്രാവ് അവിടെ അടുത്തുള്ള ഒരു മരത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. സുന്ദരിപ്രാവ് എന്ത് ചെയ്തെന്നറിയാവോ? നമ്മുടെ കുഞ്ഞനുറുമ്പിനെ രക്ഷിക്കാൻ വേണ്ടി ആ മരത്തിലെ ഒരു ചെറിയ ഇല കുഞ്ഞനുറുമ്പിന് ഇട്ടുകൊടുത്തു. അതിൽ കയറി നമ്മുടെ കുഞ്ഞനുറുമ്പ് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ സുന്ദരിപ്രാവും കുഞ്ഞനുറുമ്പും നല്ല ഉറ്റ കൂട്ടുകാരായി മാറി. എല്ലാ ദിവസവും വൈകുന്നേരം അവർ രണ്ടുപേരും ആ ഒരു പുഴക്കരയിൽ വെച്ച് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാട്ടിലേക്ക് ഒരു വേട്ടക്കാരൻ വന്നത്. വേട്ടക്കാരൻ ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ വേട്ടയാടി പിടിച്ചു. പക്ഷേ ഒരു ദിവസം ആ വേട്ടക്കാരന്റെ മുന്നിൽ പെട്ടത് ആരാന്നറിയാവോ? നമ്മുടെ സുന്ദരിപ്രാവ്. അപ്പോൾ ആ വഴി നമ്മുടെ കുഞ്ഞനുറുമ്പ് കടന്നു പോകുന്നുണ്ടായിരുന്നു. തന്റെ ഉറ്റ ചെങ്ങാതിയായ നമ്മുടെ സുന്ദരിപ്രാവിനെ ഏത് വിധേന രക്ഷിക്കണമെന്ന് നമ്മുടെ കുഞ്ഞനുറുമ്പ് തീരുമാനിച്ചു. കുഞ്ഞനുറുമ്പ് എന്ത് ചെയ്തെന്നറിയാവോ? ആരും കാണാതെ ആ ഒരു വേട്ടക്കാരന്റെ കാലില് ആഞ്ഞങ്ങ് കടിച്ചു. വേദന കൊണ്ട വേട്ടക്കാരൻ എന്താണ്? ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ സുന്ദരിപ്രാവ് രക്ഷപ്പെട്ടു. തുടർന്ന് കുറേ കാലം നമ്മുടെ സുന്ദരിപ്രാവും കുഞ്ഞനുറുമ്പും കൂട്ടുകാരായിട്ട് ആ കാട്ടില് വസിച്ചു. അപ്പം ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇന്നത്തെ കഥയിൽ നിന്ന് എന്റെ കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം എപ്പോഴാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഇതുപോലത്തെ കുട്ടി കഥകളുമായിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.